ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇത് അറിയണ്ടേ എനിക്ക്. നല്ല നടനാണിത്, നടനാണിത്, എല്ലാ കഴിവും. അപ്പം അഭിനയം ഉണ്ടായിരുന്നു അല്ല? എന്താണ് ക്യാരക്ടർ? എൻ്റെ ഞങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു കാര്യമില്ല. ഓരോ കഥാപാത്രം അതുകൊണ്ടൊരു ഗുണം ചെയ്തത് ലൈവ് അതെല്ലാം നമ്മുടെ അഭിനയം മൊത്തം ലൈവായിരുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ, ക്യാമറാമാൻ അനിൽ നായർ, എഡിറ്റർ, അവർ എല്ലാം കളത്തിലുണ്ട്. അവർക്കറിയാം. രാവിലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ ക്യാമറ വെച്ചേക്കുന്നിടത്ത് പ്രൊഡക്ഷനിലൊരു വണ്ടി പോയി സെറ്റ് ക്ലീൻ ആയിരിക്കും. കാരണം ഞങ്ങൾ ഇതാ എടുക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആർട്ടിസ്റ്റുകളൊക്കെ ആരാണെന്ന് അവർക്കറിയാം. നമ്മളൊരു 5000 രൂപ കൊടുത്തിട്ട് 7500 GST അഭിനയമൊന്നുമില്ല. അവരതിൻ്റെ മതി. അത് അവര് കഥാപാത്രമായിരുന്നു. ഞങ്ങൾ സെറ്റിൽ തന്നെ കഥാപാത്രങ്ങളുടെ പേരാ വിളിക്കും. എന്തേ അറ്റാളെന്തെന്നാ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് മറന്നു. എന്തോ നമ്മൾ പറഞ്ഞത്? അല്ല, നടൻ ഏത് റോള്. അപ്പം ഞങ്ങളിങ്ങനെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ആർട്ടിസ്റ്റിനും നമ്മുടെ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാമ്പാണ് കുടിയൻ. പഞ്ചായത്ത് അറിയാമല്ലോ, നമ്മുടെ പഞ്ചായത്തിൽ ഇച്ചിരി നാഴി മരുന്നൊക്കെ മേടിച്ച് കുടിച്ച ഒരു ഷോ ഒരു ശല്യക്കാരനും അല്ല. നമ്മുടെ പഞ്ചായത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അലി എന്ന് പറഞ്ഞത് അലി എന്ന് ഞാൻ പറയുന്നപ്പോഴും അത് അച്ഛൻ്റെ ഓക്കെ. അലിയുടെ ഡ്രസ്സിനെ കാട്ടി വൃത്തിയായിട്ട് നമ്മുടെ നാട്ടിലെ കുടിയന്മാരെ കാണും. രാവിലെ അല്ല, ഇതിനേക്കാൾ നല്ല വേഷമാണ് കുടിയൻ. എന്തായാലും എനിക്ക് ട്രോള് വന്നിട്ടുണ്ട്. അല്ലല്ല, സാധാരണ അവരെ ഇങ്ങനെ മുഷിഞ്ഞ വേഷത്തിലേ ഏറ്റവും നമ്മളിപ്പം ഒരു ഒഫീഷ്യലായിട്ട് വന്ന വേഷത്തെക്കാൾ നല്ല ഡ്രസ്സ് എന്ന് വെച്ചാൽ അശയെ തേച്ചിട്ട്, അയാളെ അശയെ തേച്ചിട്ടേക്കുന്ന പോലെ അഞ്ഞു വരുന്നത്. നമ്മുടെ ഉടുപ്പ് തേച്ചിട്ടേക്കുമല്ല, ഇദ്ദേഹത്തെ തന്നെ തേച്ചിട്ടിരുന്ന പോലെ വടി ഒലിഞ്ഞിറങ്ങി വന്നിട്ട് വൈകിട്ട് പോകുന്ന എങ്ങനെയാന്ന് എനിക്കും മനസ്സിലാവും. ഈ കഥാപാത്രം അപ്പം ഞങ്ങൾ മാനറിസം കാണിക്കും. ഞാൻ ഉള്ളോട് കാണിക്കുമ്പോൾ നമുക്ക് ഓരോ ആർട്ടിസ്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞു, നീ ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ചെയ്തു നോക്കാം. പിന്നെ ചെയ്യാം. നമുക്ക് പിന്നെ ഈ ക്യാമറ മറ്റോ നോക്കണം. എനിക്ക് ഇനി ആക്ഷൻ പറയാൻ നമ്മുടെ അസോസിയേറ്റ് റേഞ്ച് നമ്മുടെ വേണ്ടപ്പെട്ട പയ്യനെ, അവനെ വെച്ചിട്ട് നീ കാര്യം പറഞ്ഞുതരാൻ പറഞ്ഞു. ഞാനങ്ങ് ചെയ്തു, അത്ര തന്നെ. സിനിമ കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം. സിനിമ കണ്ടോളൂ. ആ ഒരു ആസ്ഥാന കുടിയനാണെന്ന് ഞാൻ പറയാം. അല്ല, ആസ്ഥാന കുടിയൻ ഇങ്ങനെയാവാം. കാരണം നമ്മൾ കുടിയനാണെന്നും പറയാം. നമ്മൾ പറഞ്ഞില്ലേ കുടിയന്മാർക്ക് ഒരു എക്സ്പെർട്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എനിക്ക് ഏറ്റവും രസകരമായ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള എക്സ്പ്രഷൻ. അതാണ് ഏറ്റവും വലിയ കോമഡി. അത് നമ്മൾ ഈ കോമഡി പരിപാടിക്ക് ചെയ്യുന്ന അയ്യപ്പൻ ബൈജുവിന്റെ കാര്യം കൊണ്ട് നമുക്ക് ഭയങ്കര കയ്യടി കൊടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇത് ഞാനിതൊക്കെ നേരിട്ട് കാണുന്നതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. പക്ഷേ പിന്നെ 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 വന്നപ്പോൾ അത്തരം ക്യാരക്ടേഴ്സിന് ചില ബോഡി ലാംഗ്വേജ് വേണം എന്ന് വിചാരിച്ച് അത് ഒരു ക്ലീഷേ പോലെയായി. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വേണം ബോഡി ലാംഗ്വേജ്. ഇവിടുന്ന് ഈ ഭാഗങ്ങളിൽ ഒരു ഇളക്കം വേണം, ഇതിന് തലയ്ക്ക് ഇങ്ങനെ ഒരു ആട്ടം വേണം, ഇങ്ങനെ ഒരു രീതിയായി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ആരെങ്കിലും ഇടാം. ഒരിക്കലും ഇദ്ദേഹം അഭിനയിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവരെ ഇടാം, അവരെ ഇടാം, അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അവസാനം നോക്കിയപ്പോൾ ഈ ഒറിജിനൽ കണ്ടിരിക്കുന്ന ആൾക്കാർക്കല്ലേ അറിയത്തുള്ളൂ ഈ ഒറിജിനൽ എവിടുന്നാന്നുള്ളത്. അപ്പോൾ ഇത് ഒരാളിനെ മനസ്സിൽ വെച്ചായി ചെയ്യുന്നത്, അത് വരുന്നില്ല. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ എന്നുള്ളതല്ല, പക്ഷെ മനസ്സിൽ നിൽക്കും. അങ്ങനെ അങ്ങ് ചെയ്താ അതും പിടിച്ചു. എല്ലാ മേഖലയിലും ഉണ്ട് നമ്മൾ. അത് വേണം, അങ്ങനെ വേണം. ഈ ചേച്ചിയുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് ഉണ്ടാകാറുള്ള എന്ത് പറയുമ്പോഴായിരിക്കും? വഴക്ക് കൂടുന്നത് അതിലെ ഒരു കാര്യമുണ്ട്. എന്താ പറയുക, വഴക്കെന്ന് ഉള്ളത് വെച്ചാൽ അടിയും വഴക്കൊന്നും അങ്ങനെയൊന്നുമല്ല. വഴക്ക് എല്ലാ കാര്യത്തിനും തർക്കം കാണും. തർക്കിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യത്തിനൊരു തർക്കം പറയുകയാണ്. ഇല്ല, കാണുന്നതിന് മഞ്ഞ കളറാണ്, ഞാൻ പറയും പച്ച കളർ. പക്ഷെ അവസാനം ഒരു ധാരണ വന്നിട്ട് എന്തായാലും ഇതിനൊരു കളറുണ്ട്, അല്ലെ ഈ സിനിമയ്ക്കൊരു ഇതുണ്ട്. ആ ധാരണ ആര് പറഞ്ഞ ശരിയാന്നേലും അയാൾ ഒരുപാട് അഭിമാനിക്കാറുമില്ല. പറ്റിപ്പോയി എന്ന് പറയാനുള്ള മനസ്സായതുകൊണ്ട് ഇതിനൊരു വലിയ വഴക്കായിട്ടൊന്നും പോകുന്നില്ല. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്നടുത്ത് പോകുന്നത് പറയുമ്പോഴത്തേക്കും, അല്ല നമുക്ക് നാളെ പോയാൽ മതി, ഇവിടെ പറയാം ഇന്ന് തന്നെ പോകണം. അവസാനം നമ്മൾ എന്ത് ചെയ്യും? വൈകിട്ട് ഇന്നും നാളെയുടെ ഇടയ്ക്കുള്ളൊരു സംഭവം വെച്ച് ഞങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കി എന്താണ് വണ്ടിയുടെ അവൈലബിലിറ്റി, ഡ്രൈവറുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് എൻ്റെ കയ്യിൽ തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തെ വഴക്കാണ്.
എന്ത് വഴക്ക് ഉണ്ടായാലും ഒറ്റ ദിവസം, പിറ്റേന്ന് രാവിലെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ. അതാണ് കുടുംബം. എല്ലാ കുടുംബം എൻ്റെ കുടുംബത്തിൽ എല്ലാവരും അല്ല, എല്ലാം ഞാൻ എൻ്റെ ഒരേ ഒരു പിന്നെ പ്രത്യേകിച്ചും രണ്ട് അഭിപ്രായമുള്ള വ്യക്തികളും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അല്ല, ധാരണ ഇല്ലെങ്കിൽ വലിയ വിഷയമാവും. കാരണം എല്ലാത്തിനും അഭിപ്രായം ഉണ്ടായിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പോൾ അലിയുടെ വീട്ടിൽ നിന്ന് അലിയുടെ വേറൊരു വീട്ടിലേക്ക് പെണ്ണാലോചിച്ച് വന്നു, എല്ലാവരും കൂടെ ബന്ധുക്കൾ പോയി നിശ്ചയം കഴിച്ചു, കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ ഇച്ചിരി ഒരു അഭിപ്രായത്തിൽ ഇത്തിരി ഒതുക്കം കാണും. മറ്റേത് രണ്ട് അഭിപ്രായമുള്ളവർ ഒന്നു ചേർന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അല്ലാത്ത കാര്യത്തിൽ രണ്ട് അഭിപ്രായം കാണും. പക്ഷേ നമ്മൾ ധാരണപ്പെടുത്തി അല്ലെ ധാരണപ്പെട്ട് വരുമ്പോഴത്തേക്ക് വിഷയമില്ല, ഒരു വിഷയമില്ല. ഇപ്പോൾ സിനിമയെ തന്നെ ഒരു പിന്നെ വലിയ നടിയെ വെച്ച് പടം ചെയ്യുന്നതായിട്ടോ ഞാൻ ഒരു ഡയറക്ടർ, ഞങ്ങൾ ഒരേ കുടുംബം, ഞങ്ങൾ മോനും എല്ലാം അല്ലേ, ഓരോ ഫാമിലിയിലെ കാര്യം രാവിലെ നടക്കുന്നു, അത്ര തന്നെ. അങ്ങനെ അങ്ങ് പോകുന്നു. ഷൂട്ട് ഇവിടെ നടക്കുന്നു, അത്രേ. ഷൂട്ട് ഇങ്ങനെ എൻ്റെ മുറയ്ക്ക് വെക്കോളും, നമ്മൾ നടക്കുന്നു അല്ലേ. ഇതിലെ ഓരോ സീനുകളും നമുക്ക് എടുത്ത് പറയുമ്പോൾ പല സീനുകളുണ്ടല്ലോ. ഈ നമ്മൾ സാധാരണ ചേച്ചി അഭിനയിച്ച ഡയറക്ടർമാരുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് അത് ഓക്കെ ആണ് നമ്മൾ തിരിച്ചറിയും. ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഈ ഡയറക്ടറിൻ്റെ നമ്മൾ ചെയ്ത് ഓക്കെ ആണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കട്ട് പറയുന്നല്ല, ഒരു മുഖഭാഗത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു. ഒത്തിരി തിരിച്ചറിയുന്നു. അല്ലാതെ അങ്ങനെ തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ വേണമെന്ന് നമ്മൾ സംസാരിച്ച് നേരത്തെ ഉറപ്പിച്ചാൽ, വീട്ടിൽ നമ്മൾ സംസാരിച്ചിട്ട് ഇതിങ്ങനെ വേണം, ഇങ്ങനെ വരണമായിരിക്കും എന്ന് ഉറപ്പിച്ചാണ്. പക്ഷെ ഇത് മൊത്തത്തിൽ എല്ലാവരുമായിട്ടും കൂടെ വരുമ്പോൾ അത് ഭംഗിയായിരിക്കുമോ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഓക്കെ ആണ് എന്നുള്ളത്. മുഖം കാണുമ്പം നമ്മൾ അധികം അടുപ്പവും പരിചയവും ഇല്ലാത്തൊരു ഡയറക്ടർ ആകുമ്പം കൃത്യമായിട്ട് കറക്റ്റായിട്ട് തൃപ്തിയായോ ഓക്കെ ആണോ എന്ന് പറയാൻ കുറച്ച് സംശയം വരും. ഇതിപ്പോൾ അങ്ങനല്ല, എനിക്ക് മനസ്സിലാവും ഇതൊക്കെ ആയിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് അല്ലേ. വീണ്ടും എടുക്കണമെന്ന് തോന്നാറുണ്ടോ? അതെനിക്ക് മിക്കവാറും ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ജഡ്ജ്മെൻറ്റ് എനിക്ക് ഒരിക്കലും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇത് സൂപ്പറായിരിക്കും ഇങ്ങോട്ട് വിട്ടേക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ടൈമിങ് ഇത് ഓക്കെ ആയത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിലാവില്ല, എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഡയറക്ടർ പറയണം, നിൽക്കുന്നവർ പറയണം. പണ്ടൊക്കെ എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ലൈറ്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്നവരാണ് ആദ്യത്തെ പ്രേക്ഷകർ. അവർ കറക്റ്റായിട്ട്, കാരണം അവർ ലൈറ്റിൻ്റെ പുറകെ നിൽക്കുന്നവരാണ്, അവരുടെ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെ നോക്കും. ഈ ടേക്ക് മൊത്തത്തിൽ ഓക്കെ ആണെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തൊരു ഭാവമുണ്ട്, അത് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ പണ്ടൊക്കെ ഈ ശ്രീ മൂവീസ് എന്നൊക്കെ പറയുന്ന അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഓഫീസേഴ്സ്. അപ്പോൾ അവരുടെ മുഖത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചേട്ടാ എന്തു ചേട്ടാ റിഹേഴ്സൽ ചെയ്ത പോലെ ചെയ്യാത്തെന്ത്, റിഹേഴ്സലിന് അത് നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകും, ഞാൻ പറയും ഒരു ടേക്ക് കൂടെ എടുക്കണേ, എനിക്ക് എന്തോ ഒരു മിസ്സായതുപോലെ. അന്ന് ഫിലിമാണ്, ഒരുപാട് പരീക്ഷണത്തിന് പറ്റത്തില്ല. പക്ഷെ അങ്ങനെ റീടേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ എപ്പോഴും ഞാൻ നോക്കും. കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഷൂട്ടിന് മുമ്പ് റിഹേഴ്സലൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അവരല്ലേ ആദ്യത്തെ പ്രേക്ഷകർ. അവരുടെ മിക്കവാറും 99% അവരുടെ ജഡ്ജ്മെന്റ് കറക്റ്റാണ്. അവരത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അതല്ല അവരുടെ ഒരു പ്ലസന്റ് ആയിട്ടൊരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.